അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, ഹുദൈഫത്തുൽ മർഅശി റഹിമഹുല്ലാ, ഹുദൈഫത്ത് ഇബ്നു ഖതാദ അൽ മർഅശി റഹിമഹുല്ലാ വഫാത്താകുന്നത് ഹിജ്റ 207 അദ്ദേഹം പറയാണ്, ഇൻ അത്വഅത അല്ലാഹ ഫിസ്സിർരി അസ്ലഹ ഖൽബക ശിഅത അം അബൈത. ഇൻ അത്വഅത അല്ലാഹ ഫിസ്സിർ, രഹസ്യത്തിൽ നീ അള്ളാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ, രഹസ്യ ജീവിതത്തിൽ നീ അള്ളാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ, അസ്ലഹ ഖൽബക്, നിന്റെ ഹൃദയം അള്ളാഹു ശരിയാക്കും. ശിഅത അം അബൈത, നീ ഉദ്ദേശിച്ചാലും അല്ലെങ്കിൽ നീ വിസമ്മതിച്ചാലും ശരി. നിന്റെ രഹസ്യം നീ നന്നാക്കിയോ, രഹസ്യ ജീവിതത്തിൽ നീ അള്ളാഹുവിനെ അനുസരിച്ചു, അള്ളാഹു നിന്റെ ഹൃദയം ശരിയാക്കും എന്നാണ് ഹുദൈഫത്തുൽ മർഅശി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിക്കണം, ആളുകളുടെ മുമ്പിലല്ല, ആരാരും കാണാനില്ലാത്ത സന്ദർഭത്തിൽ തൻ്റെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുക. രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിൽ 2 കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതും അള്ളാഹുവിനെ അനുസരിക്കലാണ്. ത്വാഅത്തുല്ലാ എന്ന് പറയുമ്പോൾ ഈ 2 കാര്യങ്ങൾ അതിൽപ്പെടും. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, മറ്റൊന്ന് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഇത് രണ്ടും ആര് രഹസ്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുവോ, അള്ളാഹുവിനെ രഹസ്യത്തിൽ ആര് അനുസരിക്കുന്നുവോ, അവൻ്റെ ഹൃദയം അള്ളാഹു തആല ശരിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൃദയ വിശുദ്ധി നേടിയെടുക്കാൻ സഹായകമാകുന്ന ഒരു കാര്യമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, രഹസ്യ ജീവിതം നന്നാക്കുക. രഹസ്യ ജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും രഹസ്യ ജീവിതത്തിൽ തിന്മകൾ ഉപേക്ഷിക്കുകയും തിന്മകൾ വെടിയുകയും ചെയ്യുക എന്നുള്ള കാര്യം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും രഹസ്യ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ മറവിൽ ആരാരും കാണാതെ തെറ്റുകൾ ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ നിലവിലുണ്ട്. ഇത്തരം സന്ദർഭത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നന്മകൾ വർദ്ധിപ്പിക്കാനും നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ രഹസ്യ ജീവിതം നന്നാക്കിയാൽ അള്ളാഹു നമ്മുടെ പരസ്യ ജീവിതവും നന്നാക്കും, നമ്മുടെ ഹൃദയം അള്ളാഹു ശുദ്ധീകരിക്കും. അള്ളാഹു തആല രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനനുസരിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.